അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ധാരാളം തവണ പറഞ്ഞതുകൊണ്ടായില്ല. ആ സത്യസാക്ഷ്യത്തിന്റെ ജീവിക്കുന്ന മാതൃകകളായി ജീവിക്കുവാൻ സാധ്യമായില്ലെങ്കിൽ, അത് നബി തങ്ങളുടെ കാലഘട്ടത്തിലും അങ്ങനെ പ്രഖ്യാപിച്ചിരുന്ന നാവുകൊണ്ട് മൊഴിഞ്ഞിരുന്ന ചില ആളുകളുണ്ടായിരുന്നു. അവരുടെ ഗണത്തിലെ നമ്മളും പെടുകയുള്ളൂ എന്ന് ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. സൂറത്തുൽ മുനാഫിഖൂനിന്റെ പ്രഥമ സൂക്തം തന്നെ അതാണ്. നിന്റെ അടുക്കൽ കയറി വന്നുകൊണ്ട്, നബിയേ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്നിങ്ങനെ പറയുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും മുഹമ്മദ് നബിക്ക് അക്കാര്യത്തിൽ ആവശ്യമില്ല. അള്ളാഹ്ക്കറിയാം അള്ളാന്റെ റസൂലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചിട്ടാ നിങ്ങളത് പ്രഖ്യാപിക്കുകയും നിങ്ങൾ അതിന്റെ വക്താക്കളാണെന്ന് തെളിയിക്കുകയും ചെയ്യേണ്ടത്. അള്ളാഹുവിന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. എന്തേ റബ്ബ് അവരെ കുറിച്ച്, അവരുടെ ഷഹാദയെ കുറിച്ച് അങ്ങനെ പറയാൻ എന്തേ കാരണം? അപ്പറയുന്ന കലിമയോട് ഒരു കൂറും അവരുടെ മനസ്സിലില്ല എന്ന് ആർക്കും നോക്കാൻ കഴിയാത്ത ഹൃദയത്തിലേക്ക് നോക്കുന്ന റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഷഹാദ ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ഈ കൂട്ടത്തിൽ നമ്മൾ പെടുമോ ഇല്ലേ? ഇത് നമ്മൾ ആലോചിക്കണം.